HSA മാത്തമാറ്റിക്സിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം HSA എക്സാം ഉടൻ തന്നെ നടക്കുന്നതാണ്. ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: x plus 1 by x equal to 5. x plus 1 by x equal to 5 ആയാൽ x raised to 4 plus 1 by x raised to 4 ന്റെ വില എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്. x plus 1 by x equal to 5 ആയാൽ നമുക്ക് വേണ്ടത് x raised to 4 plus 1 by x raised to 4 ന്റെ വില എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും? ഓക്കെ, ഓപ്ഷൻസ് കൂടി ഞാൻ പറയാം. ഓപ്ഷൻ എ 23, ഓപ്ഷൻ ബി 529, ഓപ്ഷൻ സി 531, ഓപ്ഷൻ ഡി 527. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: x plus 1 by x 5 ആയാൽ x raised to 4 plus 1 by x raised to 4 ന്റെ വില എത്ര? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് തന്നിട്ടുണ്ട് x plus 1 by x equal to 5. നമുക്ക് വേണ്ടത് x raised to 4 plus 1 by x raised to 4 ആണ് കണ്ടുപിടിക്കേണ്ട വേഗം. നമുക്ക് ആദ്യമേ എഴുതാം x plus 1 by x equal to 5. അതിനാൽ നമുക്ക് എഴുതാം x square plus 1 by x square നെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ആണ് x plus 1 by x the whole square minus 2. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇത് ഏത് ഫോമാണ്? a plus b the whole square ഫോമാണ്. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? x square plus 2 plus 1 by x square എന്ന് വരും. ആ 2 ഉം ക്യാൻസൽ ആവും. the remaining is x square plus 1 by x square തന്നെ കിട്ടും. ഇതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം x plus 1 by x എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 square minus 2, that is 25 minus 2. Answer is 23. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് x square plus 1 by x square ന്റെ വില 23 എന്ന് കിട്ടി. ഇനി ഈ റിസൾട്ട് യൂസ് ചെയ്താണ് നമ്മൾ x raised to 4 plus 1 by x raised to 4 ന്റെ വില കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് x square plus 1 by x square ന്റെ വില 23 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക. x raised to 4 plus 1 by x raised to 4 നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. നോക്കുക, x square plus 1 by x square the whole square. ഇതിനും എന്ത് വരും? -2 വരും. ഇത് സോൾവ് ചെയ്ത് നോക്കുക. ഇത് a plus b the whole square ഫോം. മിഡിൽ ടൈം 2 വരും. 2 ഉം ക്യാൻസൽ ആവും. the remaining is x raised to 4 plus 1 by x raised to 4. that is equal to, we know that x square plus 1 by x square ന്റെ വില നമ്മൾ കണ്ടുപിടിച്ചതാണ്. അത് എത്രയാണ്? 23 ആയിരുന്നു. 23 square minus 2, that is equal to 23 യുടെ സ്ക്വയർ 529 ആണ്, -2. ആൻസർ is 527. 527 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നോട്ട് ദി ഐഡിയ. ഓർക്കുക, നമ്മളിവിടെ വളരെ സിമ്പിൾ ആണ്. a plus b the whole square ഫോം ചെയ്യും. അപ്പോൾ മിഡിൽ ടൈം 2 വരും. ആ 2 ഉം ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് x raised to 4 plus 1 by x raised to 4 ആയിരിക്കും. therefore final answer is 529. please write down on your notebook. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: x equal to a cos theta, y equal to b sin b cos theta. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: x equal to a cos theta, y equal to b cos theta ആയാൽ dy by dx ന്റെ വില എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്: x equal to a cos theta, y equal to b cos theta ആയാൽ dy by dx ന്റെ വില എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് ഉണ്ട്.
ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി ബൈ എ, ഓപ്ഷൻ സി എ ബൈ ബി, ഓപ്ഷൻ ഡി ടാൻ തീറ്റ. ഓക്കെ, നമുക്ക് വേണ്ടത് x ഈക്വൽ ടു എ കോസ് തീറ്റ, y ഈക്വൽ ടു ബി സൈൻ തീറ്റ ആയാൽ dy ബൈ ഡി എക്സ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, അത് ചെയ്യാൻ മറ്റൊന്നുമില്ല. dy ബൈ ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? dy ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ dx ബൈ ഡി തീറ്റ എന്ന് എഴുതാം. ഇനി dy ബൈ ഡി തീറ്റയും dx ബൈ ഡി തീറ്റയും കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതായത് ഇവിടെ y ഈക്വൽ ടു ബി കോസ് തീറ്റ ആയാൽ നമുക്കറിയാം dy ബൈ ഡി തീറ്റ, that means we are differentiating with respect to theta. dy by d equal to b is constant, b into derivative of cos theta with respect to theta, that is minus sin theta. Therefore answer is minus b sin theta. Next നമുക്ക് വേണ്ടത് dx by d theta ആണ്. അതിന് എന്ത് തന്നിട്ടുണ്ട്? x തന്നിട്ടുണ്ട്. x എത്രയാണ്? a cos theta. x equal to a cos theta. Therefore dx by d theta equal to ഡെറിവേറ്റീവ് എടുക്കുക, അത് വരും മൈനസ് എ സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് റിസൾട്ടും ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് എ സൈൻ തീറ്റ. മൈനസും മൈനസും ക്യാൻസൽ ആവും, സൈൻ തീറ്റയും ക്യാൻസൽ ആവും. ആൻസർ ഈസ് ബി ബൈ എ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഉത്തരം ബി ബൈ എ എന്ന് വരും. ഓക്കെ, റൈറ്റ് ഡൗൺ ഓൺ യുവർ നോട്ട്ബുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറ്റർമിനന്റ് x2 18x ഈക്വൽ ടു ഡിറ്റർമിനന്റ് 6 18 6 ആയ x-ന്റെ വില എത്ര? ഓപ്ഷൻസ് എ 6, ബി +or-6, സി 1, ഡി 0. പെട്ടെന്ന് ആൻസർ പറയുകയാണെങ്കിൽ ചിലർ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ എക്സിന് കറസ്പോണ്ടന്റ് ആയിട്ട് 6 വന്ന് എ 6 എന്ന ആൻസറിലേക്ക് എത്താനായിരിക്കും പലരും ശ്രമിക്കുന്നത്. എന്നാൽ എ ഈക്വൽ ടു 6 അല്ല ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഡിറ്റർമിനന്റിന്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്, മെട്രിക്സിന്റെ വാല്യൂസ് അല്ല. ഓർക്കുക, ഇവിടെ തന്നിരിക്കുന്നത് രണ്ടും ഡിറ്റർമിനന്റുകളാണ്. മെട്രിക്സുകളാണെങ്കിൽ ടു മെട്രിക്സ് ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദെയർ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് മെട്രിക്സ് അല്ല, ഓർക്കുക ഡിറ്റർമിനന്റ് ആണ്. അതുകൊണ്ട് ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ ഫസ്റ്റ് ഡിറ്റർമിനന്റ് എന്തുവാ? x 2 18x. ഇത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് x² മൈനസ് 18 into 2 36 ഈക്വൽ ടു, ഇവിടെ എങ്ങനെ വരും? 6 into 6 36 മൈനസ് 18 into 2 36. That is x² minus 36 equal to x² minus 36 equal to 0. That is x² equal to 36. Therefore x equal to root 36. That is plus or minus 6. Therefore option B ആണ് correct answer. ഓർക്കുക, ഇത് ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഈക്വൽ ആയിരിക്കില്ല, മെട്രിക്സിലാണ് അത് ഈക്വൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പലരും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 6 എന്ന് പറയും. 6 അല്ല കറക്റ്റ് ആൻസർ. ഇത് ഡിറ്റർമിനന്റ് വെച്ച് തന്നെ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. Therefore answer is x² minus 36 equal to 0. Therefore x² equal to 36, x equal to root 36. That is plus or minus 6. Option B ആണ് correct answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അക്സസ് എന്ന വാക്കിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. അക്സസ് എന്ന വാക്കിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം? ഓപ്ഷൻ എ 120, ഓപ്ഷൻ ബി 36,
ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 180. ഇതെങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ വേർഡിലെ ലെറ്റേഴ്സ് എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നുള്ളത്, എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക. ഇവിടെ ആക്സസിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 ലെറ്റേഴ്സ് ആണ്. അത് 6 ഫാക്ടോറിയലായി എഴുതുക. ഡിവൈഡഡ് ബൈ, ഇനി റെപ്പറ്റീഷൻ എത്ര വരുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ എ 1 ആണ്, സി 2 ടൈംസ് ഉണ്ട്, എസും 2 ടൈംസ് ഉണ്ട്. ആ റെപ്പറ്റീഷൻ വരുന്നതിനെ ഫാക്ടോറിയൽ ആക്കി ഡിനോമിനേറ്ററിൽ എഴുതുക. അതായത് സി 2 തവണ ഉണ്ട്, therefore 2 ഫാക്ടോറിയൽ. അടുത്തത് എസ് 2 തവണ ഉണ്ട്, വീണ്ടും 2 ഫാക്ടോറിയൽ. ഇതായിരിക്കും അതിന്റെ ഫൈനൽ ആൻസർ. We know that 6 factorial means 1 into 2 into 3 into 4 into 5 into 6 divided by 2 factorial 1 into 2, another 2 factorial 1 into 2. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം, 2 ഉം 4 ഉം ക്യാൻസൽ ചെയ്യാം, ബാക്കി 2 വരും. ആൻസർ is 3 into 2 into 5 into 6. We know that 5 into 2 is 10. 3 into 6 is 18. 18 into 10, answer is 180. ഓർക്കുക, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആക്സസ് എന്ന വാക്കിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് എണ്ണുക, അത് ന്യൂമറേറ്ററിൽ ഫാക്ടോറിയലായി എഴുതുക, ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻ എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതിനെയും ഫാക്ടോറിയലായിട്ട് ഡിവൈഡ് ചെയ്യുക, ആൻസർ ആയി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. 6 factorial divided by C 2 times ആയതുകൊണ്ട് 2 factorial, S 2 times ആയതുകൊണ്ട് 2 factorial. Therefore final answer is 180. 180 means option D ആണ് correct ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോട്ട് tan inverse A plus cot inverse A യുടെ വില എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്. കോട്ട് tan inverse A plus cot inverse A യുടെ വില എത്ര? ഓപ്ഷൻസ് 2 0 1 -1. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ ആണ്. ഇതിന് നമ്മളൊരു ബേസിക് റിസൾട്ട് അറിഞ്ഞിരിക്കുക. ആ ബേസിക് റിസൾട്ട് ഇതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. tan inverse A plus tan inverse A plus cot inverse A, tan inverse A plus cot inverse A യുടെ വാല്യൂ pi by 2 ആണ്, അഥവാ 90 ആണ്. ഓർക്കുക, ഇതൊരു ബേസിക് റിസൾട്ട് ആണ്. tan inverse A plus cot inverse A equal to pi by 2 ആണ്. എങ്കിൽ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കോട്ട് tan inverse A plus cot inverse A ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? കോട്ട് tan inverse A plus cot inverse A ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? pi by 2. കോട്ട് pi by 2 ആണ് ആൻസർ. We know that cot pi by 2, cot 90 equal to 0. Therefore option D ആണ് കറക്റ്റ് ആൻസർ. ഓർക്കുക, cot pi by 2, cot 90 that is 0. Therefore option B is the correct answer. ഈ ബേസിക് റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഇത് tan inverse A plus cot inverse A equal to pi by 2 എന്ന ബേസിക് റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫൈനൽ ആൻസർ ഈസ് 0. 0 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. U എന്നത് യൂണിവേഴ്സൽ സെറ്റും n of U 800, n of A 300, n of B 400, n of A intersection B 100 ആയാൽ n of A complement intersection B complement എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? യൂണിവേഴ്സൽ സെറ്റാണ് U, n of U 800, n of A യും n of B യും തന്നിട്ടുണ്ട്. അതുപോലെ n of A intersection B equal to 100 തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n of A complement intersection B complement എത്ര? ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലോ ആണ് ഡി മോർഗൻസ് ലോ. വാട്ട് ഈസ് ഡി മോർഗൻസ് ലോ? A union B the whole complement equal to A complement intersection B complement.
അതുപോലെ A intersection B the whole complement equal to A complement union B complement. ഇതിനെ പറയുന്നത് ഡിമോർഗൻസ് ലോ. നമ്മൾ +1 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഡിമോർഗൻസ് ലോ എന്നാണ് പറയുന്നത്. ഈ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താണ് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് n of u equal to 800 തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് എഴുതാം? n of a union b എഴുതാം. What is n of a union b? We know that is n of a plus n of b minus n of a intersection b. അതാണ് n of a union b യുടെ വാല്യൂ. n of a union b യുടെ വാല്യൂ ഓർക്കുക, n of a plus n of b minus n of a intersection b ആണ്. That is equal to, what is our n of a? 300. 300 plus n of b 400 minus n of a intersection b 100. That is equal to 300 plus 400 minus 100. This is 700 minus 100. Answer is 600. നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടി? n of a union b യുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 600 എന്ന് കിട്ടി. ആദ്യം ഇതുവരെയുള്ള സ്റ്റെപ്പ് എഴുതുക. അതിനുശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? n of a കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ b കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട് ഓർക്കുക, n of a യൂണിയൻ b എന്ന് പറയുന്നത് n of a plus n of b minus n of a intersection b ആണ്. അത് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് n of a യൂണിയൻ b 600 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് ചെയ്യാം. നോക്കുക. That is n of a union b complement equal to n of u minus n of a union b. That is equal to, what is of u? n of u is 800 minus n of a union b. അത് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ്. That is 600. Therefore final answer is 200. 200 is the correct answer. 200 ആണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് n of a കോംപ്ലിമെന്റ്, n of a യൂണിയൻ b കോംപ്ലിമെന്റിന്റെ വാല്യൂ എത്ര എന്ന് കിട്ടി? 200 എന്ന് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് n of കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ b കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. നോക്കുക, ഇവിടെ എന്താണ് ഇനി വേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, n of a കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ b കോംപ്ലിമെന്റ് വേണം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n of De Morgan's law is applied, a union b whole complement. That is equal to n of a union b complement എത്രയാണ്? നമുക്കറിയാം, that is 200. Therefore final answer is 200 ആണ് ഇതിന്റെ അവസാനത്തെ ആൻസർ. Okay, please write down on your notebook.